പ്രിയമുള്ളവർക്ക് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് പറഞ്ഞ വാചകം ഏറെ ആകർഷിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ രാജാവാണ് എന്നാണ്. പറയാനുള്ള കാരണം ഇതാണ്. വർഷങ്ങളോളം ഒരൊറ്റമുറി വീട്ടിൽ 3 മക്കളുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹം ചോർച്ച വരുമ്പോഴൊക്കെ പാത്രങ്ങൾ എടുത്തു വെച്ച് കുട്ടികളെ ആ ഒരു അസ്വസ്ഥതയൊന്നും അറിയിക്കാതെ വളർത്തിയ മാതാപിതാക്കൾ. മക്കൾ വളർന്ന് വലുതായപ്പോൾ അവർ മാതാപിതാക്കൾക്കായി അല്ലെങ്കിൽ അവർക്കായി നിർമ്മിച്ചത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു വലിയ വീടാണ്. ആ വീട്ടിൽ സോഫയിൽ കാലിൽ കാല് കയറ്റി വെച്ച് ഇരുന്നു കൊണ്ട് ആ പിതാവ് പറഞ്ഞു, ഞാനിപ്പോൾ രാജാവാണ്. എന്റെ സ്വപ്നങ്ങൾക്കപ്പുറമാണ് ഇപ്പോൾ എനിക്ക് എന്റെ മക്കൾ സമ്മാനിച്ചത് എന്നുള്ളത്. അച്ഛനെയും അമ്മയെയും രാജാവാക്കി മാറ്റുവാൻ മക്കൾക്ക് സാധിക്കും. അവരുടെ വീട് നിർമ്മിച്ചുകൊണ്ട് മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങൾ ഒരുക്കി ചേർത്ത് പിടിച്ച് അവരുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെങ്കിലും സാധിച്ചു കൊടുത്തുകൊണ്ട് രാജാവും രാജ്ഞിയുമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ. വെളിച്ചത്തിൽ തെളിയുന്നവയ്ക്ക് അധികം തിളക്കമുണ്ടാകണമെന്നില്ല. ആ വെളിച്ചത്തിന് അധികം പ്രാധാന്യവും ഉണ്ടാകണമെന്നില്ല. ഇരുട്ടിൽ തെളിയുന്നവയാണ് യഥാർത്ഥ വെളിച്ചം. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന ബന്ധങ്ങളുടെ തെളിച്ചം എത്രത്തോളമാണ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രകാശപൂർണമായ അവസ്ഥയിൽ തെളിഞ്ഞു നിന്ന് ചേർന്ന് നിൽക്കുന്ന ചിലരൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ വെളിച്ചമായി നമ്മുടെ കൂടെ തെളിയുന്ന എത്ര ബന്ധങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ബന്ധങ്ങളെ ഒന്ന് സോർട്ട് ചെയ്യുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വെളിച്ചമുള്ള ബന്ധങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കും. നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ തെളിച്ചമുള്ളതാകട്ടെ, വെളിച്ചമുള്ളതാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്നവയാകട്ടെ. പഴയ പുസ്തകത്താളുകളിൽ ഇപ്പോഴും ചിലർ സൂക്ഷിക്കുന്ന ഒന്നാണ് ഓട്ടോഗ്രാഫ്. പ്രത്യേകിച്ച് 80-90 തലമുറയ്ക്ക് പറയാനുള്ള ഒരുപാട് നല്ലോർമ്മകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഓട്ടോഗ്രാഫ്. ആ ഓട്ടോഗ്രാഫിൽ എല്ലാവരും എഴുതിയിരിക്കുന്നത് മറക്കില്ല എന്നൊറ്റ വാക്കാണ്. മറക്കരുതാത്ത ചിലതൊക്കെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. മറക്കില്ല എന്ന വാക്ക് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ചിലതൊക്കെ മറക്കേണ്ടതായിട്ടുണ്ട്. പിന്നിട്ട വഴികളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മറക്കേണ്ടതായിട്ടുള്ള ചിലത്, ഉള്ളു വേദനിപ്പിച്ച ചില അനുഭവങ്ങളാകാം, തിരിച്ചറിവിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ചില അനുഭവങ്ങളാകാം, ചില ഓർമ്മകളാകാം, ഒരുപക്ഷെ ചില വ്യക്തികളാകാം. എന്തുമായിക്കൊള്ളട്ടെ, ചിലതൊക്കെ മറക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലതൊക്കെ മറന്നെങ്കിലേ ചിലതൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ മറക്കരുതാത്ത ചിലതുണ്ട്. എനിക്ക് എന്ത് സാധിക്കുമെന്ന് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട്. എന്നെക്കൊണ്ട് മാത്രമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമുക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്ന ചിലതൊക്കെയുണ്ട്. നമുക്ക് നമ്മുടെ കരുത്തിൽ, നമ്മുടെ ഉൾക്കരുത്തിൽ, നമ്മുടെ ചിന്തയെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചിലതൊക്കെയുണ്ട്. ഇടപെടാൻ സാധിക്കുന്ന ചില മേഖലകളുണ്ട്. തിരുത്താൻ സാധിക്കുന്ന ചില അവസരങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ബോധ്യം, അത്തരത്തിലുള്ള കരുത്ത് നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മിലെ ആത്മവിശ്വാസം നാം അറിയാതെ വളരുക തന്നെ ചെയ്യും. നമുക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്ന ചിലതൊക്കെയുണ്ട്. കാരണം നമ്മിലെ യഥാർത്ഥ മികവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വെളിച്ചത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വെളിച്ചത്തെ അതിന്റെ പൂർണ്ണതയിൽ ജ്വലിപ്പിക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വിദൂരമല്ല. നമുക്കും സാധിക്കും ചിലതൊക്കെ. ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിലൂടെയും നേടിയെടുക്കാൻ സാധിക്കും ചിലതൊക്കെ. ആ പോരാട്ടത്തിന്റെ ശക്തി കണ്ട് ചിലരെങ്കിലും കൂടെ കൂടും. അങ്ങനെ എന്നിൽ നിന്ന് നിന്നിലേക്കും, നിന്നിൽ നിന്ന് നമ്മിലേക്കും ആ പോരാട്ടം തുടരട്ടെ. മാറ്റം വിദൂരമല്ല, നമുക്കും സാധിക്കും ചിലതൊക്കെ. ചിലരുണ്ട് വീണിടത്ത് അങ്ങനെ കിടക്കും, എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ. തളർന്നു പോയിടത്ത് അവിടെ തളർന്നു കിടക്കും, വീണു പോയിടത്ത് വീണു കിടക്കും. പ്രതിസന്ധികളിൽ മനസ്സ് തളർന്നാലും എഴുന്നേൽക്കാൻ പോലും ശ്രമിക്കാതെ അവിടെ കിടക്കും. ജീവിതം ഒന്നേയുള്ളൂ. ജയിക്കാനും നേടാനും തിരിച്ചു വരാനും ഒരുപാട് ദിനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ
ഇന്നലകളിലെ മുറിവുകളിൽ മരവിച്ചിരിക്കാതെ, വീഴ്ചകളിൽ തളർന്നിരിക്കാതെ എഴുന്നേൽക്കാൻ നാം ശ്രമിച്ചേ മതിയാകൂ. ആ ശ്രമം വിജയത്തിലെത്തും. അങ്ങനെ നേടാനുള്ളത് ചിലത് നേടുവാനും കീഴടക്കാനുള്ളത് കീഴടക്കുവാനും നമുക്ക് സാധിക്കും. അതെ, തളർന്നിരിക്കാനുള്ളതല്ല ജീവിതം. ജയിക്കാനുള്ളതാണ്, നേടാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മനസ്സിൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് ഇടുക്കി ജില്ലയിലെ ഒരു പള്ളിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ പള്ളിയിലെ കമ്മിറ്റിക്കാരും അച്ഛനും വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടണം എന്ന്. അതിനുശേഷം അദ്ദേഹം വന്നു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കച്ചവടക്കാരിൽ ഭൂരിഭാഗവും മുസ്ലിം സഹോദരങ്ങളാണ്, അവർക്ക് വേണ്ടി ഒരു മാപ്പിളപ്പാട്ട് പാടണം എന്നുള്ളത്. 2 മാസത്തിനു മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ആ കമ്മിറ്റിക്കാർ പറഞ്ഞത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടണം, ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടണമെന്നുള്ളത്. മനസ്സിനേറെ സന്തോഷം തോന്നുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. കലാരംഗത്ത് ഇതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ചില കാര്യങ്ങളിലെങ്കിലും ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ നന്മ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് കളയരുത്. മനുഷ്യരിൽ ദൈവത്തെ കാണുവാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. അധ്യാപകൻ യാത്ര കഴിഞ്ഞെത്തിയ കുട്ടികൾക്കൊരു ഹോംവർക്ക് കൊടുത്തു. +2 വിദ്യാർത്ഥികളാണ്. നിങ്ങൾ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകളൊക്കെ എഴുതി വരിക എന്നുള്ളത്, കേട്ട പാട്ടുകളും എഴുതി വരിക എന്നുള്ളത്. കുട്ടികൾ രാത്രിയിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ കണ്ട കാഴ്ചകളെക്കുറിച്ച് അവർ ആലോചിച്ചു നോക്കി. പക്ഷെ ഓർമ്മയിലൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ അവർ ഫോണെടുത്ത് ഗാലറി നോക്കി, ഫോണിലെടുത്ത ഫോട്ടോസ് നോക്കി, അതിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ കണ്ടത് എന്നറിയാൻ വേണ്ടി. പക്ഷെ അവർ കണ്ടത് മുഴുവൻ അവരവരുടെ മുഖങ്ങളായിരുന്നു, കുറെ സെൽഫികൾ മാത്രമായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ പലർക്കും എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മുഖം മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ എന്ന്. അധ്യാപകന്റെ ആ ചോദ്യം ഏറെ ചിന്തിപ്പിച്ചു. അധ്യാപകൻ കൂട്ടിച്ചേർത്തു, കാണേണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ല, കേൾക്കേണ്ട സംഗീതം നിങ്ങൾ കേട്ടില്ല. ജീവിതമാകുന്ന ഈ ഒരു യാത്രയിൽ കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിനവും അതിനുള്ള അവസരങ്ങളാണ്. ഓർക്കാം.